അങ്ങനെ നമ്മൾ ഘോഷയാത്രയ്ക്ക് പോകാൻ വേണ്ടി ഇതാണ്ട് റെഡിയാണ്. ഇത് ഇവിടുത്തെ യൂണിഫോമാണ് കേട്ടോ, ജാനി ഇട്ടേക്കുന്ന കളർ ബ്ലൗസ്, ആ ഒരു ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബ്ലൗസ് ചെയ്യാൻ കേട്ടോ. ഞാൻ അവിടുത്തെ കാര്യമല്ലല്ലോ, അതുകൊണ്ട് റാണി പിങ്ക് ഇട്ടാൽ മതി, അല്ലാതെ കറക്റ്റ് എക്സാക്റ്റ് വേണ്ടാന്ന് ഞാൻ തന്നെ അങ്ങോട്ട് തീരുമാനിച്ചു. അതല്ല, ഞാൻ എടുക്കാൻ പോയില്ല, വെറുതെ ഈ ഒരു പ്രോഗ്രാമിനായിട്ട് എടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഉത്സവമൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞാപ്പി നേരെ എൻ്റെ കൈ കയറി ഇരിപ്പുണ്ട്. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടും അമ്മ മോളായതുകൊണ്ടും അങ്ങനെ ഒട്ടി അവിടെ തന്നെ അങ്ങിരുന്നു കേട്ടോ. എല്ലാ കരക്കാരോടും അമ്പലത്തിൽ വന്ന് കലാശക്കൊട്ട് കാണണം എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഞാൻ ഇവിടുന്ന് തന്നെ നേരെ വീട്ടിൽ പോയി. നേരെ വീട്ടിൽ പോയി എന്ന് പറയുന്നത് ശരിയല്ല, കുറച്ച് നടന്ന് എനിക്ക് തന്നെ വയ്യാതായപ്പോൾ വീട്ടിൽ പോയി. അങ്ങനെ കുഞ്ഞ് തീരെ സഹകരിക്കാഞ്ഞതുകൊണ്ട് ഞാനെങ്കിൽ വീട്ടിലെത്തി. എനിക്ക് കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കാനും അവിടെ ചെന്നാൽ പൊടിക്കകത്ത് നിൽക്കാനും ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പണ്ടത്തെ പോലെ അല്ലല്ലോ, നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ നോക്കേണ്ടതായിട്ട് നമ്മുടെ ജീവനായിട്ട് ഒരാളുള്ളപ്പോൾ നമ്മൾ ആളുടെ കാര്യങ്ങളാണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. കുഞ്ഞ് എന്നോട് കൂടുതൽ അറ്റാച്ച്ഡ് ആയതുകൊണ്ട് ഞാൻ മാത്രം വീട്ടിലെത്തിയാലും കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കിടന്നുറങ്ങാൻ എന്നുള്ളൊരു പ്ലാനായിരുന്നു കേട്ടോ. ഗാനമേള പ്ലാൻ ഉണ്ടായിരുന്നില്ലെങ്കിലും കുഞ്ഞിനെ ഉറക്കാൻ എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ ഉറക്കി ഞാനും കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഹാപ്പി വുമൺസ് ഡേ ടു ഓൾ ദ വുമൺസ് ഔട്ട് ദെയർ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.